ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയായിട്ടൊന്ന് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്നാക്സാണ് നമ്മൾ കാണിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, എന്നാൽ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു ഇഡലിത്തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഓരോ കുഴിയിലും മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ 5 മുട്ടയും ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡലിത്തട്ട് കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് ഈ ഒരു തട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഡലി പാത്രത്തിൽ കുറേ വെള്ളം വെക്കരുത്, കുറച്ച് വെള്ളം വെച്ചാൽ മതിയേ. കാരണം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് മുകൾക്ക് തിളച്ച് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറഞ്ഞ അളവിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ തിളച്ച് വെള്ളം ഒന്നായിട്ട് മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ എന്ത് ചെയ്യുക, മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഇഡലിത്തട്ട് പുറത്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോന്നും കോരിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വലിയ മുട്ടയാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാടമുട്ടയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഇഡലിത്തട്ട് കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയായാലും നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ എന്തായാലും നമ്മളത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 3 കറിവേപ്പില തണ്ടോട് കൂടിയിട്ടോ, ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മളില മാത്രമായിട്ടോ എങ്ങനെ വേണ്ട വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം സാദാ മുളക് പൊടി, 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഈ ഒരു മുളക് പൊടി നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നമ്മളെ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കരുത്, വളരെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കിടിലൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇതിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മസാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. ഈ ഒരു മുളക് പൊടി മാത്രം ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനൊരല്പം ചാറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതൊരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വാങ്ങി വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ മറക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക്